സ്തോത്രം. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ രാത്രി കിടന്നുറങ്ങി ഇല്ലേ, രാവിലെ എണീക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ കരങ്ങളിൽ വഹിച്ചതിനായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സുവിശേഷത്തിൽ തന്നെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ പിന്നെയും ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു. കണ്ടോ, ശാസ്ത്രിമാരും പരീക്ഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവളെ അവൻ നിർത്തി. ഈ തെറ്റും കുറ്റവും കുറവുകളും ഇല്ലാത്തവരാണ്. ഞാൻ വളരെ പെർഫെക്റ്റാണ്, എനിക്കൊരു കുഴപ്പമില്ലെന്ന്, ഒരു പ്രശ്നവുമില്ല, പ്രയാസമില്ല, ആർക്കും പറയാൻ സാധിക്കത്തില്ല. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എല്ലാവരും വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നീക്കുപോക്ക് ആര് നൽകിത്തരും? ദൈവം നൽകിത്തരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഒക്കെ വിടുതൽ നൽകി തരുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അപ്പോൾ അവനോട് ചോദിച്ചു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരം ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടിരുന്നു. ഉണ്ടോ, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പം ഇവളെക്കുറിച്ച് നീ എന്തു പറയുന്നു? അതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ഇത് അവനെ കുറ്റം ചുമത്താൻ കാരണം കിട്ടുന്നതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞിട്ട് എന്ന് കേൾക്കാത്ത രീതിയിൽ ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നതിന് ശേഷം, നിങ്ങളിൽ പാപമില്ലാത്തവർ, കണ്ടോ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞു. കണ്ടോ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടേയിരുന്നു. അവർ അത് കേട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം മൂത്തവർ മുതൽ ഇളയവർ വരെ ഓരോരുത്തരായി അവനെ വിട്ടുപോയി. നിങ്ങൾ പാപമില്ലാത്തവർ, നിങ്ങൾ ഇവിടെ കല്ലെറിയിട്ടെന്ന് പറഞ്ഞു. അവരെല്ലാം പോയി. യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം, വ്യഭിചാരിയായ ആ സ്ത്രീയും യേശു മാത്രമായി തീർന്നു. അപ്പോൾ യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെയെന്ന് ചോദിച്ചു. നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ? ഈ വന്നവരാരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? അവരെന്ത് എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക. ഒറ്റൊരു വാക്ക് പറഞ്ഞു, പൊക്കോ, പക്ഷെ ഇനി പാപം ചെയ്യരുത്. കണ്ടോ, യേശു പറഞ്ഞു. ഇനി അടുത്ത ഈ യേശു തന്നെ ലോകത്തിൻ്റെ വെളിച്ചം. ഉണ്ടോ, യേശു ലോകത്തിൻ്റെ വെളിച്ചം. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കണ്ടോ, എന്നെ അനുഗമിക്കുന്നതിന് ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകും. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സാധ്യമാകുന്നു. ഞാൻ എവിടെ വന്നു എന്നും എവിടേക്ക് പോകുന്നു ഞാൻ അറിയുന്നില്ല. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങളും അറിയുന്നില്ല, ഞാനും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നുവെങ്കിൽ എൻ്റെ വിധി സത്യമാണ്. എന്തെന്നാൽ ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാവുന്നു വിധിക്കുന്നത്. 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യമാകുന്നു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ എൻ്റെ പിതാവിനെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ അറിഞ്ഞിരുന്നു. അപ്പം നമ്മുടെ പേരിനോട് ചേർന്ന് തന്നെ നമ്മുടെ പിതാവിൻ്റെ പേരിൻ്റെ ഇനിഷ്യലാണ്. അപ്പം എൻ്റെ പേര് എൻ്റെ ഒറിജിനലായിട്ടുള്ള നെയിം മേരി എന്നാണ്. അപ്പോൾ അതിന് ഇട്ടേക്കുന്ന ആരാ? മേരി മാത്യു. എൻ്റെ അപ്പൻ്റെ പേരാണത്, മാത്യു. അപ്പം മേരി മാത്യു. പിന്നെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ജെസ്സി, അതും ജെസ്സി മാത്യു, മേരി മാത്യു. ഈ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അതാണ്. അപ്പോൾ ഇൻഷ്യൽ ആരുടെയാണ്? എൻ്റെ പിതാവിൻ്റെ. എൻ്റെ അമ്മയ്ക്കും ഇൻഷ്യലോ പിതാവിൻ്റെ ആ നെയിമാണ് വരുന്നത്. അവർ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ പണ്ണാരസ്ഥാനത്ത് നിവചനം പറഞ്ഞു. അവൻ്റെ സമയം അതുവരെയും വന്നിട്ടില്ല, അതിന് ആരും അവനെ പിടിച്ചില്ല. കണ്ടോ, അവർ പിന്നെ അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് വരുവാൻ നിങ്ങൾ കഴിയില്ല എന്ന് പറഞ്ഞു.
നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടുന്നവരാണ്. നമ്മൾ ഈ ലോകം എന്നും നമ്മളിവിടെ ജീവിച്ചിരിക്കത്തില്ല ഇങ്ങനെ. അപ്പം ഈ ലോകം വിട്ട് പോകേണ്ടുന്നവരാണ്. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടൈമാണ്. അതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ബൈബിൾ വായിക്കുക. അതായത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ദൈവം തരുന്നത് അത് നിലനിൽക്കും. എന്താണേലും ഭവനമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്താണേലും അത് നിലനിൽക്കുകയാണ് എന്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ്, എന്ത് കാര്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കണം. ഞാനൊരു ദൈവ പൈതലാണെന്ന് നമ്മൾ പറയണം. ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്. തെറ്റും കുറ്റും കുറവുകളില്ലാത്തൊരു ആരുമില്ല മക്കളെ, ആരുമില്ല. അതായത് പക്ഷേ ഈ തെറ്റുകൾ തിരുത്തി പാപക്ഷമ പ്രാപിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ക്രിസ്തുവാണ് നമ്മളുടെ നായകനും. ആത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകി തന്നിട്ടുണ്ട്. ഈ ആത്മാവിനെ മാത്രം മതി ദൈവത്തിന്. നമ്മൾ ഈ ലോകത്തിൽ ഏത് രാജ്യത്ത് പോയി ജീവിച്ചാലും ഞാനൊരു ദൈവ പൈതലാണെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ ആർക്കൊക്കെ സാധിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ എന്നും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. നിങ്ങൾ ദൈവസന്നിധി കടന്നു പോകണം. ദേവദാസന്മാർ പ്രിയപ്പെട്ട പറയുന്ന ദൈവവചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. ഭാര്യാഭർത്താക്കന്മാർ ആണെങ്കിൽ പരസ്പര സ്നേഹത്തോടും സഹകരണത്തോടും ചേർന്ന് നിങ്ങൾ പോകണം. അതായത് ദൈവമാണ് കുടുംബജീവിതം നൽകി തരുന്നത്, ദൈവമാണ് കുഞ്ഞുങ്ങളെ നൽകി തരുന്നത്, ദൈവമാണ് ജോലി നൽകി തരുന്നത്, ദൈവമാണ് പാർപ്പിടം നൽകി തരുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളും മാതാപിതാക്കളും മറ്റ് പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്താവശ്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേട്ട് നിങ്ങൾക്ക് ഉത്തരം അരുളിത്തരും. ദൈവത്തിന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകിക്കൊടുത്തുകൊണ്ട് ജീവിക്കുക. ഏത് സ്ഥലത്താണെങ്കിലും ദൈവം തമ്പുരാൻ നിങ്ങളെ മാനിക്കും, ജയത്തോടെ നടത്തും. ഫസ്റ്റ് ദൈവത്തിന് കൊടുത്തോണം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് ജീവിച്ചോണം. അപ്പോൾ ഈ ബൈബിളെടുത്ത് നിങ്ങൾ വായിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു വാക്കുപോലും തെറ്റില്ല. ഇതിനകത്ത് നമുക്കൊന്നും കൂട്ടി പറയാനും പറ്റത്തില്ല. ഞാനിതെടുത്ത് വെച്ചാണ് പറയുന്നത്. ഇത് സത്യമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇതിനകത്തുനിന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുസ്തകം എൻ്റെ ബൈബിളാണ്, എൻ്റെ കർത്താവിൻ്റെ വചനം. ഞാനും വായിക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കും. ഞാൻ ദൈവസന്നിധി ഇതൊക്കെ ഞാൻ ചെയ്തിട്ടാണ് വേണം നിങ്ങളോടും പറയാനായിട്ട്. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ചേർത്തോടെ നടത്തട്ടെ. എനിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.